നമസ്കാരം. ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമെതിരെ വെടിവെപ്പ് ആഹ്വാനവും അശ്ലീല പരാമർശങ്ങളും നടത്തിയ കേസിൽ RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു. എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള വസതിയിലെത്തി മട്ടാഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. 1 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനും വീട്ടിൽ നടത്തിയ പരിശോധനകൾക്കും ശേഷമായിരുന്നു പോലീസിന്റെ ഈ നടപടി. വിവാദമായ വീഡിയോകൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടർ, ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളും പോലീസ് തെളിവായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പരാതിയിലാണ് നടപടി. കലാപാഹ്വാനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചുമത്തി തിരുവനന്തപുരം സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വിവാദ പ്രസ്താവനകളെ തുടർന്ന് RSS നേതൃത്വം ഇയാളെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിലും കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് വീട്ടുപരിസരത്ത് തടിച്ചുകൂടിയ BJP പ്രാദേശിക പ്രവർത്തകർ ഇയാൾക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്ന സമയം അഭിവാദ്യ മുദ്രാവാക്യങ്ങളോടെയാണ് അനുയായികൾ മോഹൻദാസിനെ യാത്രയാക്കിയത്. പ്രവർത്തകരുടെ മുദ്രാവാക്യ വിളികൾക്കിടയിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ സംഘ് പരിവാർ സഹയാത്രികൻ പോലീസുകാർക്കൊപ്പം വണ്ടിയിൽ കയറിയത്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ പ്രാഥമിക വൈദ്യപരിശോധനകൾക്കായി കൊണ്ടുപോയിരുന്നു. രാത്രിയോടെ തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡൽഹി ജന്തർ മന്ദറിലെ സമരം അടിച്ചമർത്താൻ 4 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് പ്രക്ഷോഭകർക്ക് നേരെ വെടിവെപ്പ് നടത്തണമെന്നായിരുന്നു ഇയാൾ യൂട്യൂബ് ചാനലിലൂടെ ആഹ്വാനം ചെയ്തത്. ആളുകൾ ചിതറിയോടുമെന്നും കുറെ പേർ മരിക്കുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്യുമെന്നും ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കണമെന്നും TG മോഹൻദാസ് പറഞ്ഞതാണ് വലിയ വിവാദമായി മാറിയത്. ഇതിനു പുറമെ സമരരംഗത്തുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന വാദങ്ങളും ഇയാൾ ഉന്നയിച്ചു. പ്രക്ഷോഭകർക്കിടയിലേക്ക് പോലീസിനെ പിൻവലിച്ചാൽ അവിടെ കൂട്ടബലാത്സംഗം നടക്കുമെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് സമരത്തിലുള്ളതെന്നായിരുന്നു മറ്റൊരു വിവാദ പരാമർശം. പെൺകുട്ടികളെയും യുവജനങ്ങളെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന വീഡിയോകൾ തുടർച്ചയായി പ്രചരിപ്പിച്ചതിനെതിരെ വലിയ രോഷമാണ് സമൂഹത്തിൽ ഉയർന്നത്. കേസെടുത്ത 10 ദിവസത്തിലേറെയായിട്ടും നടപടിയെടുക്കാതിരുന്നതിനെതിരെ ശക്തമായ ജനരോക്ഷം ഉയർന്നതോടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് മിന്നൽ നീക്കമുണ്ടായത്. വൈദ്യപരിശോധനയ്ക്കും തുടർന്നുള്ള ഔദ്യോഗിക നടപടികൾക്കും ശേഷം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതേസമയം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.